നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിയായ ഒയാസിസിന് അനുമതി നൽകിയതിൽ പ്രതിഷേധം. കമ്പനിക്ക് വെള്ളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ ജല അതോറിറ്റി ഓഫീസിലേക്ക് BJP മാർച്ച്. ജലക്ഷാമം രൂക്ഷമായ മലമ്പുഴ മേഖലയിൽ കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് C. കൃഷ്ണകുമാർ. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലും അമ്പലപ്പാറ കടമ്പൂർ പ്രദേശത്തും പുലിപ്പേടി. സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ പന്നിക്കുട്ടികളെ ആക്രമിച്ച നിലയിൽ. ഫാമിലെ വാത്ത ഇനത്തിൽപ്പെട്ട പക്ഷികളെയും കൊന്നിട്ടു. പുലിയുടെ ആക്രമണമെന്ന് നാട്ടുകാർ. സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. ആശങ്ക വേണ്ടെന്ന് പഞ്ചായത്ത്. കടമ്പൂർ കൂനൻമലയിൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ശീതസമരം. തനിക്ക് സഞ്ചരിക്കാൻ ബ്ലോക്കിന്റെ സ്വന്തം വാഹനം സെക്രട്ടറി അനുവദിക്കുന്നില്ലെന്ന് പ്രസിഡന്റ് V. പ്രീത. ആരോപണത്തിൽ മാധ്യമങ്ങളോടൊന്നും പറയാനില്ലെന്ന് സെക്രട്ടറി. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് നവീകരണം വൈകുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി വ്യാപാരികളും കെട്ടിട ഉടമകളും. പൊടിശല്യം കാരണം കട തുറക്കാൻ കഴിയാത്ത സ്ഥിതി. അനാസ്ഥയ്ക്കെതിരെ സംയുക്ത പ്രക്ഷോഭം നടത്തുമെന്ന് അസോസിയേഷൻ നേതാക്കൾ. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയുടെ ആദ്യ റീച്ച് നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് KRFB. ആദ്യ റീച്ച് കാഞ്ഞിരംപാറ മുതൽ ദേശീയപാതയിലെ കുമരമ്പത്തൂർ ചുങ്കം വരെ. കരാർ കാലാവധി 2 വർഷം. വിശദമായ വാർത്തകളിലേക്ക്. മഴനിഴൽ പ്രദേശമായ പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിയായ ഒയാസിസിന് അനുമതി നൽകിയത് എത്ര രൂപയുടെ ഡീലിലാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്. മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസിന് വെള്ളം നൽകാനുള്ള വാട്ടർ അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ BJP മണ്ഡലം കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KM ഹരിദാസ്. മദ്യനിർമ്മാണത്തിനായി സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിയ ഒയാസിസ് എണ്ണ കമ്പനികൾക്ക് എഥനോൾ നൽകാനെന്ന പേരിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ടത് എങ്ങനെയെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്നും KM ഹരിദാസ് ആവശ്യപ്പെട്ടു. 6 പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ളവും കൃഷിയാവശ്യവും ഭാരതപ്പുഴയിലേക്കുള്ള നീക്കിയിരിപ്പും കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത മലമ്പുഴയിൽ നിന്ന് മദ്യക്കമ്പനിക്ക് വെള്ളം നൽകുമെന്ന മന്ത്രി എം പി രാജേഷിന്റെ വാദം ജനങ്ങളെ ഞെക്കിക്കൊല്ലുന്നതാണ്. പഞ്ചാബിലും ഡൽഹിയിലും അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിക്ക് CPM ബന്ധമുണ്ടായത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തണം. എണ്ണ കമ്പനികൾക്കുള്ള എഥനോൾ നിർമ്മാണത്തിനാണ് കേന്ദ്ര അനുമതി. ഇതിന്റെ മറവിലാണ് കമ്പനി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാരിൽ നിന്നും മദ്യനിർമ്മാണത്തിനാണ് അനുമതി വാങ്ങിയത്. പ്രതിദിനം 30 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടിവരുന്ന കമ്പനി പാലക്കാടിനെ മരുഭൂമിയാക്കും. കമ്പനിയുടെ അസംസ്കൃത വസ്തു അരിയാണെന്നാണ് പറയുന്നത്. അരിയാഹാരം കഴിക്കുന്ന ആരും ഇത് വിശ്വസിക്കില്ല. കർഷക പ്രതിഷേധം ഇല്ലാതാക്കാനുള്ള മന്ത്രിയുടെ അടവ് വിലപ്പോവില്ല. എന്ത് സംഭവിച്ചാലും കമ്പനി ഏലപ്പുള്ളിയിൽ തുറക്കില്ലെന്നും KM ഹരിദാസ് പറഞ്ഞു. അത്രയും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഈ പാലക്കാട് ഉണ്ട് എന്നറിയാത്ത ആളല്ല ഈ MP രാജേഷ്. വെറും ഇവിടുത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി മാത്രമല്ല, ഇവിടുത്തെ കുടിവെള്ളം ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെ തോട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവിടെ കുടിവെള്ളം പോലും മലമ്പുഴയിൽ പോലും ഇല്ലാത്ത അവസ്ഥ വരുന്ന ഈ കാലഘട്ടത്തിൽ അവിടെയാണ് കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലാണ് ഏതാണ്ട് 30 ലക്ഷം ലിറ്റർ ഒരു ദിവസം. കാരണം സ്പിരിറ്റ് ഉൾപ്പെടെ ബോട്ടലിംഗ് ഉൾപ്പെടെ എഥനോൾ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 30 ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമാണ്. ആ 30 ലക്ഷം ലിറ്റർ വെള്ളം എവിടുന്ന് കൊണ്ടുപോകും? മലമ്പുഴയിൽ നിന്ന് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. മലമ്പുഴയിൽ നിന്ന് എടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ മന്ത്രി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിന്റെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നതിന് പ്രധാനമായിട്ടും അരി ഉണ്ടെന്നാണ്. അപ്പൊ പാലക്കാട് ആ പ്ലാന്റ് വരുമ്പോ അരി അവിടെ അസംസ്കൃത വസ്തുവായി വരുമ്പോ പാലക്കാട് അരി ഉൽപ്പാദിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന കർഷകർക്ക് ഗുണമാകുമെന്നാണ്. മണ്ഡലം പ്രസിഡന്റ് ശിവപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് ശിവൻ, ബാബു വെണ്ണക്കര, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. എഥനോൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയതിന്റെ മറവിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ആരോപിച്ചു. ഇതിന്റെ തെളിവാണ് കമ്പനിക്ക് ബോട്ടിലിംഗ് പ്ലാന്റ് നിർമ്മിക്കാൻ ആദ്യഘട്ടത്തിൽ നൽകിയ സർക്കാർ അനുമതി കാണിക്കുന്നത്. എക്സൈസ് മന്ത്രി MP രാജേഷ് കമ്പനിയുടെ അംബാസഡറായി പ്രവർത്തിക്കുകയാണ്. ജലക്ഷാമം രൂക്ഷമായ മലമ്പുഴ മേഖലയിൽ ജലമുറ്റ് കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇതിനെതിരെ BJP ശക്തമായ സമരം ആരംഭിക്കുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പാർട്ടി നേതാക്കളായ K. ഹരിദാസ്, വേണുഗോപാൽ, ഓമനക്കുട്ടൻ എന്നിവരും പങ്കെടുത്തു. ഇതില് കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എഥനോൾ പ്ലാന്റിനാണ്, എഥനോൾ നിർമ്മിക്കാനാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭാ യോഗത്തിന്റെ ഓർഡർ നിങ്ങൾ പരിശോധിക്കണം.
ആ ഓർഡറിൽ 1-ാം ഘട്ടത്തിൽ ബോട്ട്ലിംഗ് പ്ലാന്റാണ് പറയുന്നത്. മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ബോട്ട്ലിംഗ് പ്ലാന്റ് ആരംഭിക്കാനാണ് ഓയസിസ് കമ്പനിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആരോപിക്കുകയാണ്, എത്തനോളിന്റെയും അതുപോലെ തന്നെ ENAയുടെയും മറവിൽ ഈ ഓയസിസ് കമ്പനിക്ക് വിദേശ മദ്യം നിർമ്മിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ശ്രീ MP രാജേഷും സംസ്ഥാന സർക്കാരും ചെയ്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ ആരോപിക്കുക. ഇത്തരത്തിൽ പോയാൽ ബഹുമാനപ്പെട്ട MP രാജേഷിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. താങ്കൾ മന്ത്രിസ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കേണ്ട സാഹചര്യം വലിയൊരു ജനകീയ പ്രക്ഷോഭം മൂലം താങ്കൾക്കുണ്ടാവുന്ന ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അപ്പൊ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും നിലപാട് ജനവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ പ്ലാന്റ് ആ എലപ്പുള്ളിയിൽ സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരു സ്ഥിതി ജനകീയ പ്രക്ഷോഭം വഴിക്ക് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുന്ന ഞങ്ങൾ മുന്നറിയിപ്പ്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ശീതസമരം. ഇതോടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് സഞ്ചരിക്കാൻ റെന്റിനെടുത്ത കാറടക്കം 2 വാഹനങ്ങൾ. ബ്ലോക്കിന്റെ സ്വന്തം വാഹനം ഉപയോഗിക്കാൻ സെക്രട്ടറി അനുവദിക്കുന്നില്ലെന്ന് പ്രസിഡന്റും തനിക്ക് മാധ്യമങ്ങളോടൊന്നും പറയാനില്ലെന്ന് സെക്രട്ടറിയും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാഹനം 2024 ഒക്ടോബറിലാണ് അറ്റകുറ്റപ്പണിക്കായി നൽകിയത്. ഇതേ തുടർന്ന് അന്നു മുതൽ പ്രസിഡന്റിന് സഞ്ചരിക്കാൻ വാടകയ്ക്ക് വാഹനം ഏർപ്പാടാക്കിയിരുന്നു. അറ്റകുറ്റപ്പണി തീർത്ത ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്ലോക്കിന്റെ വാഹനം എത്തി. എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ടും സ്വന്തം വാഹനം അനുവദിച്ചില്ലെന്നും താനിപ്പോഴും വാടക കാറിലാണ് സഞ്ചരിക്കുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത പറഞ്ഞു. വാഹനത്തിൽ കുറച്ചു കാര്യങ്ങൾ കൂടി ശരിയാക്കാനുണ്ടെന്നും അത് കഴിഞ്ഞ് ബ്ലോക്കിന്റെ വാഹനം അനുവദിക്കാമെന്നുമാണ് സെക്രട്ടറി പറഞ്ഞതെന്നും പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങളിപ്പോൾ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് 2 വണ്ടി നിങ്ങളിവിടെ കാണുന്നുണ്ടായി അല്ലേ? ഒരു ടാക്സി വണ്ടിയും കണ്ടു, ഒറിജിനൽ നമ്മുടെ വണ്ടിയും കണ്ടു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ 2024 ഓഗസ്റ്റ് 12-നാണ് നമ്മുടെ വണ്ടി കേടുവന്നത്. ആ വണ്ടി കേടുവന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടിട്ട് 5 മാസക്കാലം കഴിഞ്ഞിട്ട് അതിലിടയ്ക്ക് ഞങ്ങൾ പലവട്ടം സെക്രട്ടറിയോട് ചോദിക്കുകയുണ്ടായി, വണ്ടി എന്താണ്. അപ്പോൾ പറഞ്ഞു വണ്ടിക്ക് കുറേ പണികളുണ്ട്, അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടേ കൊണ്ടുള്ളൂ പറഞ്ഞു. 17/1 അതായത് വെള്ളിയാഴ്ച 25-ന് നമ്മുടെ വണ്ടി എത്തിയപ്പോൾ ഏതൊരു ആൾക്കും പ്രസിഡന്റ് ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ വണ്ടി കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ആ വണ്ടി ആവശ്യപ്പെട്ടപ്പോൾ തരാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചു. ടാക്സി വണ്ടിനെ ഓടിക്കോട്ടെ, മറ്റേ വണ്ടിക്ക് ഇനിയും ഇതുണ്ട്, ഒന്നും കൂടി ശരിയാക്കാനുണ്ട്, തീരുമാനിക്കാനുണ്ട്, ടാക്സി വണ്ടി തന്നെ ആയിക്കോട്ടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതുവരെ നിങ്ങൾ തീരുമാനിച്ചില്ലേ? 5-6 മാസമായില്ലേ ഈ വണ്ടി പോയിട്ട്, എന്താ സംഭവം, ഇതിന് പ്രശ്നം ഉണ്ടായിരുന്നത് ചോദിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അതിലൊരു പ്രശ്നവുമില്ല, ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. കാറാണ്ട് വാഷ് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നല്ല, എന്നോട് അന്വേഷിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല, നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ്, ഒപ്പം തന്നെ നിങ്ങൾ വണ്ടിയുടെ കസ്റ്റോഡിയനും കൂടിയാണ്. അപ്പം നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കണമല്ലോ എന്തൊക്കെ പണിയെ ചെയ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ അതിന് മറുപടി തരാതെ ഉദ്യോഗസ്ഥരുടെ ഇടയെന്നാണ് ഇമാതിരി ധിക്കാരപരമായ ഒരു സംസാരം ഉണ്ടായത്. എന്നിട്ട് അവരുടെ റൂമിൽ അവർ പോയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുക്കാൻ തരില്ല എന്ന് തീർത്തും പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അതൊരു ഭയങ്കര ഒരു സംശയത്തിൽ കിടക്കുകയാണ്. കാരണം ടാക്സി വണ്ടി ഓടിക്കോളാൻ പറയാന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി എന്നുള്ളത് ഞാനത് ഇനി പരിശോധിക്കുന്നേ എനിക്ക് വേണം. കാരണം ഇത് പ്രസിഡന്റിൻ്റെ റൈറ്റ്സാണ്, ഞാൻ എൻ്റെ അധികാരം, എൻ്റെ അവകാശം ആണ് ഞാൻ അവിടെ ചോദിച്ചത്. അതേസമയം ഇക്കാര്യത്തിൽ തനിക്ക് ഒന്നും പറയാനില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാരി അറിയിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിൽ സ്കൂൾ സ്റ്റോപ്പിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ പന്നിക്കുട്ടികളെ ആക്രമിച്ചതും വാത്ത ഇനത്തിൽപ്പെട്ട പക്ഷികളെ ചത്തനിലയിൽ കാണപ്പെട്ടതും ആളുകളിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. പുലിയുടെ ആക്രമണമെന്ന് പ്രദേശവാസികൾ. സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി. തിങ്കളാഴ്ച രാവിലെ 6:30യോടെയാണ് ആക്രമണമുണ്ടായത്. പുലിയോട് സാദൃശ്യമുള്ള ഒരു ജീവി ഓടിപ്പോയതായാണ് ഫാമിന്റെ ഉടമസ്ഥൻ പറയുന്നത്. ഫാമിലെ ഒരു പന്നിക്കുട്ടിയെ ആക്രമിക്കുകയും 13 വാത്തകളെ കൊന്നിട്ടുമുണ്ട്. ഇത് ജനങ്ങളിൽ ആശങ്ക പരത്തിയതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. വനംവകുപ്പ് അധികൃതരും മൃഗഡോക്ടറും സ്ഥലം സന്ദർശിച്ചു. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. എന്നാൽ ഇത് പുലിയുടേതല്ലെന്നും കാട്ടുപൂച്ച ഇനത്തിൽപ്പെട്ട ജീവിയുടേതാകാമെന്നുമാണ് വിലയിരുത്തൽ. ഒരാഴ്ച മുമ്പ് സമീപ പ്രദേശമായ അമ്പലപ്പാറ പഞ്ചായത്തിലെ കടമ്പൂരിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നിരുന്നു.
ജനങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ്. ആശങ്ക വേണ്ടെന്നും ഭരണസമിതി കൂടെയുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ, സെക്രട്ടറി പി അനിൽ എന്നിവർ പറഞ്ഞു. പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് പുലി ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ വിവരം വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ കാരണം ഏകദേശം ഒരാഴ്ച മുൻപ് മറ്റൊരു ഭാഗത്ത് അമ്പലപ്പാറ പഞ്ചായത്തിനോട് ചേർന്ന ഭാഗത്ത് ഒരു പ്ലൈവുഡ് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് രാത്രി പുലി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്രുതി ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അത് വാട്സപ്പിൽ മറ്റൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ നിജസ്ഥിതി അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴാണ് കൂടുതൽ തെളിവോടുകൂടി ഇന്ന് രാവിലെ ഇങ്ങനത്തെ സംഭവിച്ചത്. ഒരു വ്യക്തി വളർത്തുന്ന കുറച്ച് ഏതാനും പന്നിക്കുട്ടികളുണ്ട്. അതിലൊരെണ്ണത്തിനെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ചെണ്ണത്തിന് മുറി ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ അരയന്നം വാത്ത ഇനത്തിൽപ്പെട്ട കുറച്ച് പക്ഷികൾ 8 പക്ഷികളോളം കൊന്നൊടുക്കിയിട്ടുണ്ട്, ചിലതിനെ മുറി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരിസരവാസി ഇത് രാവിലെ ഏകദേശം 6:30 ഇങ്ങനെ ശബ്ദം കേട്ടിട്ട് വരുന്ന സമയത്ത് പരിസരവാസി പുലിയെപ്പോലുള്ളൊരു ജീവി എടുത്തു ചാടി ഓടുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശരീരവും അതിലെ ഡിസൈനും ഒക്കെ ശരിക്കും പുലിനോട് സാമ്യമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം നനഞ്ഞ പ്രദേശത്ത് ഈ ഒരു ജീവി ചവിട്ടീൻ്റെ കാൽപ്പാടുണ്ട്. അത് കണ്ടാലും പുലിയുടെ ഇനത്തിൽപ്പെട്ടതാണെന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഇതിനെ തുടർന്നാണ്ട് ഞങ്ങളുടെ സ്ഥലത്തെത്തുകയും ഇവിടുത്തെ വെറ്റിനറി ഡോക്ടറോട് പറഞ്ഞ സമയത്ത് അവർ വന്ന് പരിശോധിക്കുകയും ചെയ്തു. ഇതിൽ പ്രാഥമികമായിട്ട് ഈ ചത്ത ജീവികളുടെ ജഡം പരിശോധിച്ചതിൽ പുലി ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. തുടർന്ന് പിന്നെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തുടർന്ന് ഫോറസ്റ്റ് അധികാരികൾ വരികയുണ്ടായി. അവർ ഈ പരാതി വളരെ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ ക്യാമറ കണി സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ ആകെ ഒരു ഭീതിയിലാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോറസ്റ്റുകാരെ വിളിച്ചു. അതേപോലെ തന്നെ നമ്മുടെ വെറ്റിനറി ഡോക്ടർ അടക്കം അവിടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു ചെറിയ രീതിയിൽ ഈ ഒരു പുലി എന്നുള്ളത് തന്നെയാണ് പരക്കെ സംസാരം. എന്തായാലും ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് അവരിപ്പോൾ അവിടെ നിലവിലൊരു ക്യാമറയൊക്കെ സ്ഥാപിക്കാനുള്ളൊരു പരിപാടിയിലാണ് അത് പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത്. നിലവിൽ നമുക്കത് എന്തായാലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. അമ്പലപ്പാറ കടമ്പൂർ കൂനൻമലയിലും പരിഭ്രാന്തി പരത്തി പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ. പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലൈവുഡ് കമ്പനിയിലാണ് പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടത്. ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂരിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. നവമാധ്യമങ്ങളിൽ അഭ്യൂഹം പ്രചരിപ്പിച്ചതോടെ ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ വിഷയത്തിൽ ഇടപെട്ട് വനംവകുപ്പ് അധികാരികളെ വിവരം അറിയിച്ചു. ഫോറസ്റ്റ് അധികാരികളോട് സ്ഥലം സന്ദർശിക്കാനും മേൽനടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പിന്റെ പ്രത്യേക സംഘം സ്ഥലം സന്ദർശിച്ചു. കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ആവാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് MLA പ്രസ്താവനയിലൂടെ അറിയിച്ചു. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് കേരള റോഡ്സ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചു. 2 വർഷമാണ് കരാർ കാലാവധി. 5 റീച്ചുകളിലായാണ് ജില്ലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുക. ആദ്യ റീച്ച് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുമരമ്പത്തൂർ ചുങ്കത്താണ് അവസാനിക്കുക. മാർച്ചിൽ ആരംഭിക്കാനിരിക്കുന്ന പ്രവൃത്തിയുടെ നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാണ്. സ്ഥലപരിശോധന നടത്തിയ ശേഷം കഴിഞ്ഞ ദിവസം കിഫ്ബി, കേരള റോഡ് ഫണ്ട് ബോർഡ്, കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവരുടെ യോഗം മണ്ണാർക്കാട് PWD റെസ്റ്റ് ഹൗസിൽ ചേർന്നിരുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും മറ്റും അവലോകനം ചെയ്താണ് മാർച്ച് മാസം തുടക്കത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് ധാരണയായത്. ഇതിനു മുന്നോടിയായി കരാർ കമ്പനി നടത്തിവരുന്ന സർവേയുടെ റിപ്പോർട്ട് ഫെബ്രുവരി പകുതിയോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന് സമർപ്പിക്കും. ഇത് പരിശോധിച്ച് അനുമതി നൽകുന്ന പ്രകാരമാകും പ്രവൃത്തികൾ ആരംഭിക്കുക. കഴിഞ്ഞ മാസമാണ് ആദ്യ റീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പുവച്ചത്. തുടർന്ന് സർവേ ഉൾപ്പെടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 2 വർഷമാണ് കരാർ കാലാവധി. 5 റീച്ചുകളിലായാണ് ജില്ലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുക. ആദ്യ റീച്ച് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുമരമ്പത്തൂർ ചുങ്കത്ത് അവസാനിക്കും. ഇവിടെ നിന്നും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ചേർന്ന താണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിലെത്തും. തുടർന്ന് പാറ പൊള്ളാച്ചി റോഡ് വഴി ഗോപാലപുരത്ത് എത്തിച്ചേരും. ഗോപാലപുരത്ത് നിന്നും കന്നിമാരിമേട് വരെയാണ് മലയോര ഹൈവേയുടെ 2ാം റീച്ച് നിർമ്മിക്കുക. കന്നിമാരിമേടിൽ നിന്നും നെടുമണി വരെ 3ാം റീച്ചും പനങ്ങാട്ടിരിയിൽ നിന്നും വിത്തനശ്ശേരി വരെ 4ാം റീച്ചും അയിനമ്പാടത്ത് നിന്നും വടക്കഞ്ചേരി തങ്കം ജംഗ്ഷൻ വരെ 5ാം റീച്ച് നിർമ്മിക്കും. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരമ്പാറയിൽ നിന്നും അലനല്ലൂർ കോട്ടോപ്പാടം വഴി കുമരമ്പത്തൂർ ചുങ്കം വരെ 18.1 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ആദ്യ റീച്ചിൻ്റെ നിർമ്മാണത്തിനായി 91.4 കോടിയാണ് ചെലവഴിക്കുന്നത്. നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് മലയോര ഹൈവേയായി വികസിക്കുക. അലനല്ലൂർ കോട്ടോപ്പാടം ടൗണുകൾക്ക് പുറമെ പ്രധാന ജംഗ്ഷനുകളായ ഭീമനാട്,
മേലെ അരിയൂർ ഉൾപ്പെടെ 10ഓളം ഇടങ്ങളിൽ കൈവരികളോടുകൂടിയ നടപ്പാതയുണ്ടാകും. പാതയുടെ അരികിൽ ടൈലുകൾ വിരിക്കും. യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ബസ് ബേയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒരുക്കും. അഴുക്കുചാലിന് മുകളിൽ സ്ലാബിട്ടാണ് നടപ്പാത സംവിധാനം ഒരുക്കുക. നിരവധി വളവുകളുള്ള പാതയിൽ സാധ്യമായ സ്ഥലത്തെല്ലാം വളവുകൾ നിവർത്തി സുഗമമായ ഗതാഗതം സാധ്യമാകുന്ന തരത്തിലാണ് റോഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് നവീകരണം വൈകുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി വ്യാപാരികളും കെട്ടിട ഉടമകളും. റോഡിലെ പൊടി കാരണം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാനും ഇരുവശങ്ങളിലും താമസിക്കാനും പറ്റാത്ത സ്ഥിതിയാണ്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ സംയുക്ത പ്രക്ഷോഭം നടത്തുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെയും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് മുതൽ ആനമൂളി വരെ നടത്തുന്ന നവീകരണ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ ഭാഗത്തെ ഇരുവശങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇരുവശത്തെയും വീടുകളിലുള്ള പലരും പൊടിശല്യം മൂലം ശ്വാസകോശ സംബന്ധമായ രോഗത്തിനുള്ള ചികിത്സയിലാണ്. 6000-ലേറെ വിദ്യാർത്ഥികളും യാത്രാ ദുരിതം അനുഭവിക്കുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് ഈ ഒരു റോഡ് പൊടിയടിച്ചു ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. നിരവധി സംഘടനകളും നാട്ടുകാരും ഇതിനെതിരെ നിരവധി പരാതികൾ കൊടുത്തിട്ടും ഈ വിഷയത്തിന് ഒരു പരിഹാരമായിട്ടില്ല. 10,000-കണക്കിന് വിദ്യാർത്ഥികളും ലക്ഷക്കണക്കിന് പൊതുജനങ്ങളും സഞ്ചരിക്കുന്ന ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന റോഡാണ് ഈ ചിന്നത്തടാകം റോഡ്. അത്തരമൊരു റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമാകാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്യന്തം വേദനാജനകമാണ്. പൊടിശല്യം കാരണം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ നിർത്തി പോകേണ്ട അവസ്ഥയിൽ ആണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ വാടകയ്ക്ക് പോകാത്ത ഒരവസ്ഥയും സംജാതമായിട്ടുണ്ട്. ലോണുകൾ എടുത്ത് വലിയ ബാധ്യതയിൽ നിൽക്കുന്ന ബിൽഡിംഗ് ഓണർമാർക്ക് അത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ആരോഗ്യ പ്രശ്നം കാരണം ഹോസ്പിറ്റലുകളെ ആശ്രയിച്ച് മരുന്ന് കഴിച്ച് പോകുന്ന അവസ്ഥയാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഈ പ്രശ്നം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനും രംഗത്ത് വരുമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. റോഡ് നവീകരണം പൂർത്തിയാക്കാത്തത് കാരണം കെട്ടിടങ്ങൾ ആരും വാടകയ്ക്കെടുത്തില്ല. വൻതുക വായ്പ എടുത്താണ് പലരും കെട്ടിടം നിർമ്മിച്ചത്. വരുമാനമില്ലാത്തതിനാൽ പലർക്കും വായ്പ കുടിശ്ശികയാണ്. അടിയന്തരമായി അധികാരികളും ജനപ്രതിനിധികളും ഇടപെടണമെന്നും ഇല്ലെങ്കിൽ സംയുക്ത സമരത്തിന് നേതൃത്വം നൽകുമെന്നും കെട്ടിട ഉടമകൾ പറഞ്ഞു. അങ്ങനെ ആപ്പാടെ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിലേ സാമ്പത്തിക മാന്ദ്യമാണ്. അതിനിടയിൽ കൂടി ഈ കാരണം കൊണ്ട് എന്താ പറയുക നശിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അതിന് കാര്യമായിട്ട് ഗവൺമെൻറ്റോ അതിന് കരാറുകാരൻ ആരുടെ തെറ്റ് പറയാൻ പറ്റുന്നില്ല. കരാറുകാരൻ ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് ഫണ്ട് കിട്ടായിട്ടാണെന്ന് അവർ പറയുന്നു. എന്താണ് ദൈവത്തിനും അവർക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും അവരുടെ അവസ്ഥ ഈ ദുരാവസ്ഥ ഞങ്ങളെ ദുരാവസ്ഥ മാറ്റിയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ വ്യാപാരി വ്യവസായി പറഞ്ഞ പോലെ ഞങ്ങളും അവരെ കൂടെ കൂടി ജനങ്ങളും ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാവരും കൂടും. കാരണം തെങ്കര ആ സൈഡിൽ നിന്ന് ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടോയില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വഴിതടയലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഗവൺമെന്റ് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രമേശ് പൂർണിമ, ജനറൽ സെക്രട്ടറി സജി ജനത, ട്രഷറർ സൈനുൽ ആബിദ്, വൈസ് പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ, ഷമീർ യൂണിയൻ, ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് റീഗൽ മുസ്തഫ, ജനറൽ സെക്രട്ടറി MK അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശ്രീകണ്ഠൻ MPയുടെ വമ്പൻ ഓഫർ. വരുന്ന പരീക്ഷകളിൽ 100% വിജയം നേടിയാൽ ഡൽഹിയിലേക്ക് MPയോടൊപ്പം സൗജന്യ യാത്രയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സ്കൂളിലെ റേഞ്ചർ, റോവർ ഗൈഡ്സ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയതായിരുന്നു MP. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച റേഞ്ച്, റോവർ ഗൈഡ്സ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതാണ് VK ശ്രീകണ്ഠൻ MP.
ഉദ്ഘാടന പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികൾക്ക് വലിയ ആവേശമേക്കിക്കൊണ്ടാണ് MP-യുടെ പ്രഖ്യാപനമുണ്ടായത്. ഈ വരുന്ന SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയാൽ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിലേക്ക് MP-യോടൊപ്പം ഒരു സൗജന്യ യാത്രയാണ് VK ശ്രീകണ്ഠൻ MP വാഗ്ദാനം നൽകിയത്. തിങ്കളാഴ്ച രാവിലെ ഹയർ സെക്കൻഡറി സ്കൂൾ സ്മാർട്ട് ക്ലാസ് റൂമിൽ വെച്ചാണ് റേഞ്ച് റോവർ ഗൈഡ്സ് യൂണിറ്റുകളുടെ ഉദ്ഘാടനവും സ്കൂളിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും സംഘടിപ്പിച്ചത്. സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മികവിനോടൊപ്പം വിദ്യാഭ്യാസ ഇതര മേഖലകളിൽ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പൊതുസമൂഹത്തിൽ വളർന്നു വരാൻ ഉപകരിക്കുന്നതാണ് ഈ 3 യൂണിറ്റുകളുടെയും പ്രവർത്തനം. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വേണ്ടത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം അത് നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുക. നൂതനമായ വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ഇവിടെ നേരത്തെ കമ്പ്യൂട്ടർ കോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, പരിമിതികളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും വർഷങ്ങളായി നിങ്ങൾ വിവിധ തരം കമ്പ്യൂട്ടർ കോഴ്സുകൾ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ ലോകത്തെ എല്ലാ വിജ്ഞാന മേഖലയിലും പറന്ന് നടക്കാനുള്ള അവസരമാണ്. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ സ്കൂളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ സലീം, പ്രധാനാധ്യാപിക ഗീതാകുമാരി, VHSC പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ്, PTA പ്രസിഡന്റ് റഹീം പറക്കാടൻ, SMC ചെയർമാൻ സിദ്ദി പറക്കാടൻ, കൗൺസിലർമാരായ K. സൗമ്യ, KM ഇസാക്ക്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ നസീർ, സ്റ്റാഫ് സെക്രട്ടറി വിനോദ് O, ദീപക് GR തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കർഷകർക്കായി കൃഷിഭവൻ മുഖേന നൽകുന്ന പച്ചക്കറി തൈകൾ അർഹരിലെത്താതെ നശിപ്പിച്ചതായി പരാതി. വെള്ളിനഴി ഞാളാങ്കുറിശ്ശിയിലാണ് സംഭവം. CPI നേതാക്കളാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കർഷകർക്ക് വിതരണം ചെയ്യാൻ വെള്ളിനേഴി പഞ്ചായത്തിലേക്ക് കൃഷിഭവൻ മുഖേന കൊണ്ടുവന്ന വിവിധ ഇനം പച്ചക്കറി തൈകൾ പൊരിവെയിലത്തിട്ട് നശിപ്പിച്ചതായാണ് പരാതി. 12-ാം വാർഡിൽ ഞാളാങ്കുറിശ്ശിയിൽ ക്ഷീരസംഘം കളക്ഷൻ സെന്ററിൽ എത്തിച്ച തൈകളാണ് ഇങ്ങനെ നശിച്ചതെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് തൈകൾ വിതരണം ചെയ്തിരുന്നത്. ഓരോ കർഷകർക്കും 10 വീതം തൈകളാണ് കാർഷിക വികസന സമിതിയിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മെമ്പറോ കൃഷി ഓഫീസറോ ഇല്ലാത്ത നേരം നോക്കി CPM പ്രാദേശിക നേതാക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം തൈകൾ കൈകാര്യം ചെയ്തുവെന്നും വികസന സമിതിയിൽ എടുത്ത തീരുമാനം അട്ടിമറിച്ചെന്നും CPI നേതാവും കാർഷിക വികസന സമിതി അംഗവുമായ K. ഹരിദാസ് പറഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്തിൽ കൃഷിവകുപ്പ് കർഷകർക്ക് കൊടുക്കേണ്ട വിവിധ ഇനം പച്ചക്കറി തൈകൾ നശിപ്പിച്ചു കളഞ്ഞതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും CPI ബ്രാഞ്ച് സെക്രട്ടറി PC രവിയും പറഞ്ഞു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്ത പച്ചക്കറി തൈകൾ ശരിക്ക് അത് 10 വീതം തൈകൾ കൊടുക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചത്. ഞാൻ ആ കമ്മിറ്റിയിലുള്ള അംഗമാണ്. ആ കമ്മിറ്റി തീരുമാനിച്ച പ്രകാരം തൈകൾ കർഷകർക്ക് കിട്ടിയിട്ടില്ല. 1-2 ഒക്കെ കൊടുത്ത് കർഷകരെ ഒഴിവാക്കിക്കൊണ്ട് പോവുകയും ചെയ്തത്. ഇപ്പം നിരവധി തൈകൾ അവിടെ ഉണങ്ങി നശിച്ചു കിടക്കണം. അത് കർഷകർക്ക് ആശ്വാസം കൊടുക്കേണ്ട ഗവൺമെൻറ് കൊടുത്ത ഈ പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് CPMന്റെ പ്രാദേശിക നേതാക്കൾ അതിൽ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്തത്. 12-ാം വാർഡിൽ വിതരണം നടത്തിയതാണ് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റു വാർഡുകളിലേക്ക് പോയിട്ടില്ല. പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഈ 12-ാം വാർഡിൽ വിതരണം നടത്തിയത് ഇങ്ങനെയൊക്കെയാണ്. സർക്കാരിൻ്റെ ഫണ്ട് വെറുതെ നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അത് ശരിയല്ല. അത് CPI അതിനെ എതിർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാളാകുറിശ്ശിയിലെ 12-ാം വാർഡിലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ട് അത് കർഷകർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് അവിടെ വെച്ച് ഉണങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. അതിന് CPI ശക്തമായി അപലപിക്കുന്നുണ്ട്. ഈ കൃഷിഭവൻ ഓഫീസർക്കും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്കും അത് അതിൽ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. ചെറുപ്പളശ്ശേരി പുത്തനാലിക്കൽ കളവലയും പൂരവും ഇത്തവണയും ഭംഗിയായി നടത്താൻ ആഘോഷ കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനം. നിരോധിത വാദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് യോഗത്തിൽ പോലീസ് നിർദ്ദേശിച്ചു. ഫെബ്രുവരി 11, 12, 13 തീയതികളിലായാണ് ഇത്തവണ പുത്തനാലിക്കൽ പൂരവും കാളവേലയും താലപ്പൊലിയും ആഘോഷിക്കുന്നത്. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ആഘോഷ കമ്മിറ്റികളുടെ യോഗം വിളിച്ചു ചേർത്തത്. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. കോടതി നിരോധിച്ച വാദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് പോലീസ് കമ്മിറ്റിക്കാരോട് നിർദ്ദേശിച്ചു. കാളകൾ നമ്പർ പ്രകാരം കയറുകയും ഇറങ്ങുകയും വേണം. വലിയ കാളകളെ കൊണ്ടുവരുന്നവർ ചെറിയ കാളകൾക്ക് കടന്നുപോകാൻ തടസ്സമുണ്ടാക്കാത്ത വിധം സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. കാളവേല ദിവസം ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. മുൻ വർഷങ്ങളിലേതുപോലെ വാഹനങ്ങൾ തിരിഞ്ഞ് പോകണം.
സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ നഗരത്തിൽ വിന്യസിക്കും. കാള കമ്മിറ്റി ഭാരവാഹികൾക്ക് പുറമെ വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ടവരും യോഗത്തിൽ പങ്കെടുത്തു. കാളവേല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എൻ സുകുമാരൻ, സെക്രട്ടറി കോട്ടച്ചാലിൽ മണികണ്ഠൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി ജയൻ, പ്രോഗ്രാം കൺവീനർ കെ ബി രാജാനന്ദ്, ചീഫ് കോർഡിനേറ്റർ കെ ബാലകൃഷ്ണ മാസ്റ്റർ, ട്രഷറർ വി എസ് അനന്തു തുടങ്ങിയവർ നേതൃത്വം നൽകി. 19ാമത്തെ നിലപ്പറമ്പ് വാത്സല്യ കാള നമ്മൾ പോകുന്ന വഴിയിൽ നിർത്തും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് പിന്നാക്കം നിർത്തുക. മറ്റു കാളകൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിൽ കാള നിർത്താതെ അത് പിറകോട്ട് നിർത്തി മറ്റു കാളകൾക്ക് പോകാം. അതുപോലെ തന്നെ ഞങ്ങൾ വൈകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. ഗ്രൗണ്ടിൻ്റെ വടക്കു വശത്തുള്ള കാളകൾ അതിന് 30-ന് ശേഷമുള്ള കാളകളാണ്. അപ്പം 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും കാളകൾ പോയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? HMSന്റെ മുന്നിൽ കാള നിർത്തിയ ആൾക്കാർ പെട്ടെന്ന് തിരിച്ച് നിൽക്കാൻ. അപ്പം ക്രമത്തിലുള്ള കാളകൾക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റിയുടെ ഭാഗത്തും ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ, നമ്പർ പ്രകാരം കാള ഇറങ്ങാനുള്ള ഒരു സംവിധാനം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ഈ തർക്കങ്ങൾ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ വേലകളായിട്ട് ടൗണിലേക്ക് വരുന്ന സമയത്ത് യാതൊരു കാരണവശാലും പുത്തനാൽക്കാവ്, നമ്മൾ മെയിനായിട്ട് പുത്തനാൽക്കാവ് മുതൽ അയ്യപ്പൻകാവ് വരേക്ക് വാഹന ഗതാഗതം പണ്ട് സ്ഥിരം നമ്മൾ ചെയ്തിരുന്ന എല്ലാ കൊല്ലം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വാഹനങ്ങൾ ഒരു 2 വീലർ പോലും കടത്തി വിട്ടാൽ അത് ദോഷം ചെയ്യും. കാരണം കാളകൾ ചിലപ്പോൾ 2-3 കാളകൾ ഒരുമിച്ച് നിരന്നിട്ടൊക്കെയാണ് വരും, ഓരോ ദേശത്തു നിന്ന് വരും. അപ്പോൾ ഞങ്ങളുടെ ആ ദേശത്ത് നിന്ന് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാഴ്ച 6-7 കാളോളം സെക്രട്ടറിപ്പടി ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ശാലങ്ങൾ, ദേശക്കാള, അങ്ങനെ ഓരോ കാളകളായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ചിലപ്പോൾ 2 കാളയായിട്ട് സെറ്റായിട്ടാകും വരുന്നുണ്ടാകും. അപ്പോൾ ആ വരുന്ന സമയത്ത് ഒരു 2 വീലർ എതിരെ വന്നാൽ പോലും കാളകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മണ്ണാർക്കാട് തത്തേങ്കലത്തെ പരമ്പരാഗത ജലസേചന മാർഗം തകർന്നിട്ട് 7 വർഷം. കല്ലമ്പൊടി തോടിന് കുറുകെയുള്ള പൈപ്പ് പുനഃസ്ഥാപിച്ചാൽ 100 ഏക്കറിലേക്കുള്ള ജലസേചന സൗകര്യം പുനരാരംഭിക്കാനാകും. വർഷാവർഷം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൽ ഒതുങ്ങി അധികൃതരുടെ നടപടി. കുന്തിപ്പുഴയിലെ കുരുത്തിച്ചാലിനു താഴ്ഭാഗത്ത് നിന്ന് തത്തേങ്കലം കാരുണ്ടപ്പാടം വരെ തോടുമാർഗവും തുടർന്ന് സിമന്റ് പൈപ്പ് വഴിയും വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. 25 വർഷം മുമ്പ് സ്ഥാപിച്ച ഈ പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് 3 വിള നെൽകൃഷി നടത്തിയിരുന്നു. നെൽകൃഷിക്ക് പുറമെ നാണ്യവിളകൾക്കുള്ള ജലസേചനത്തിനുള്ള വെള്ളവും ഒരു ചിലവുമില്ലാതെ ലഭിച്ചിരുന്നു. എന്നാൽ 2018 പ്രളയത്തിൽ തത്തേങ്കലത്ത് കല്ലമ്പൊട്ടിത്തോടിനു കുറുകെ സ്ഥാപിച്ച സിമന്റ് പൈപ്പുകളും അവ സ്ഥാപിച്ചിരുന്ന തൂണുകളും ഒഴുകിപ്പോയി. ഇതോടെ കാരുണ്ടപ്പാടം ഭാഗത്തേക്ക് വെള്ളം എത്താതെയായി. ഒഴുകിപ്പോയ 4 ലെങ്ത് സിമന്റ് പൈപ്പ് പുനഃസ്ഥാപിച്ചാൽ 100 ഏക്കർ കൃഷിക്ക് വെള്ളമാകും. കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് 2.5 പതിറ്റാണ്ട് മുൻപ് പദ്ധതി നടപ്പാക്കിയത്. തകർന്ന പൈപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് കർഷകർ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതരോട് ആവശ്യപ്പെടുന്നതാണ്. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റതു മുതൽ പലതവണ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പൈപ്പ് പുനഃസ്ഥാപിച്ചില്ലെന്ന് കർഷകർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീതയുടെ വാർഡിലെ പദ്ധതിയായിട്ട് പോലും നടപ്പായില്ലെന്നും കർഷകൻ ബഷീർ പറഞ്ഞു. 2018 പ്രളയത്തിൽ ഇത് തോട്ടുകൂടി ഒലിച്ചുപോയി. അതിനുശേഷം ഞങ്ങൾ പല ജനപ്രതിനിധികളെ പഞ്ചായത്തും ബ്ലോക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞു. അതിൽ ബ്ലോക്ക് മെമ്പർ ഒരു 4 വർഷം വരും, 4 വർഷത്തോളം എല്ലാ കൊല്ലം വന്നിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് പോകും. പക്ഷെ വർക്ക് നടക്കില്ല. പിന്നെ 1.5 മാസം മുന്നേ അവിടുത്തെ ഒരു ഓവർസിയറും ആയിട്ട് അവർ വന്നു, ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. എന്നിട്ട് പറഞ്ഞു 5 ലക്ഷം പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പോവുക ചെയ്ത്. പിന്നെ ഓവർസിയറെ കണ്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ സ്ഥലം മാറിപ്പോയി, ആ ഫയൽ അവിടെ എടുക്കേണ്ടതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ തൽക്കാലം ഇവർ ഷൗക്കത്ത് അവൻ്റെ തൊടി നനക്കാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് പൈപ്പ് വെച്ച് അവൻ്റെ നനക്കുന്നുണ്ട്. താഴത്ത് കൂടെ ഉള്ളവരൊക്കെ പലരും മോട്ടർ വെച്ചിട്ടും ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവർ നനക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇത് നേരാക്കി കിട്ടിയിട്ടില്ല. നേരാക്കി കിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ 7 കൊല്ലത്തോളമായി ഇപ്പോൾ ഇതിങ്ങനെ പോയിട്ട് കർഷകർ വളരെ ദുരിതത്തിലാണ്. അപ്പോൾ എന്തേലും ഒരു മാനുഷിക പരിഗണനയെങ്കിലും വെച്ചുകൊണ്ട് കൃഷിക്കാരനെ സംരക്ഷിക്കണമെന്ന് ദയനീയമായി പറയാണ്. അധികൃതരോട് പലതവണ പറഞ്ഞിട്ടും പരിഹാരമില്ലാത്തതിനെ തുടർന്ന് കർഷകനായ ഷൗക്കത്ത് 20,000 രൂപ മുടക്കി മുളകൊണ്ട് താൽക്കാലിക തൂണുകൾ സ്ഥാപിച്ച് അതിനു മുകളിലൂടെ PVC പൈപ്പ് സിമന്റ് പൈപ്പിലേക്ക് യോജിപ്പിച്ചാണ് തോടിന് അക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. തോട്ടിൽ വെള്ളം കൂടിയാൽ താൽക്കാലിക തൂണുകളും പൈപ്പും ഒലിച്ചുപോകുമെന്ന് ഷൗക്കത്ത് പറഞ്ഞു. ചില്ലാനേക്കർ കൃഷി ഭൂമിയുണ്ട്. കഴുങ്ങ്, തെങ്ങ്,
വാഴ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇത് ഈ വെള്ളം ഇങ്ങനെ ആയത് കാരണം ഒരുപാട് ആൾക്കാർ ഈ കൃഷിയിൽ നിന്ന് ഒഴിവായി റബ്ബർ വെച്ചിട്ടും മറ്റുള്ളത് ചെയ്തിട്ടും പോയി. കാരണം വാഴ വെച്ചാലും ഇത് കിട്ടാൻ വഴിയില്ല. കാരണം ഈ വെള്ളം ഇങ്ങനെ ഈ പൈപ്പ് ഒലിച്ചു പോയത് കാരണം വഴിയില്ല. ഞങ്ങളിപ്പോൾ ഈ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പൈപ്പ് വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കിടത്തുന്നത്. അതും കുറച്ച് വെള്ളം ഇതിൽ പോകും, ബാക്കിയുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് തള്ളിപ്പോകും. കാരണം കൃഷി ആവശ്യത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വെള്ളം. കഴുങ്ങെല്ലാം ഉണങ്ങിപ്പോയിരിക്കും. ആ മണ്ണാർക്കാട് പഞ്ചായത്തിൻ്റെ കൃഷിഭവനിലെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇതുകളൊക്കെ നടത്തി തന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ 2018 ഈ പ്രളയത്തിൽ ഇത് ഒലിച്ചു പോയതാണ് ഇത് ഇത്ര ബുദ്ധിമുട്ടായത്. അന്ന് മുതൽ ഞങ്ങൾ പറയണതാണ്, പഞ്ചായത്തിന് കുറേ അപേക്ഷ കൊടുക്കും, ബ്ലോക്കിൽ കുറേ കൊടുക്കും, എന്നിട്ടും ഇതൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആകാത്തിൻ്റെ അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. പദ്ധതി തകരാറിലായതോടെ തോട്ടിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താണ് മറ്റു കർഷകർ നനയ്ക്കുന്നത്. തോടിപ്പോഴേ വറ്റി തുടങ്ങി. തോട്ടിലെ വെള്ളം പൂർണ്ണമായും വറ്റുന്നതോടെ കൃഷി ഉണങ്ങുന്ന സാഹചര്യമാണ്. അധികൃതർ മനസ്സുവെച്ചാൽ നിസ്സാര പണച്ചെലവിൽ 100 ഏക്കറിലെ കൃഷി ഉണങ്ങുന്നത് ഒഴിവാക്കാനാവും. പെരിന്തൽമണ്ണ പാലോളിപ്പറമ്പിലെ ഇരുവൃക്കകളും തകരാറിലായ രോഗിയെ സഹായിക്കുന്നതിന് ഫണ്ട് സ്വരൂപിക്കാൻ കാരുണ്യയാത്ര നടത്തിയ ബസ് ഉടമകളെയും തൊഴിലാളി സംഘടനയെയും അനുമോദിച്ചു. പാലോളിപ്പറമ്പിലെ ആലിക്കൽ മുസ്തഫ ചികിത്സാ സഹായ സമിതിയാണ് അനുമോദിച്ചത്. ഇരുവൃക്കകളും തകരാറിലായ പാലോളിപ്പറമ്പ് സ്വദേശി ആലിക്കൽ മുസ്തഫയുടെ ചികിത്സയ്ക്ക് ധനം സമാഹരിക്കുന്നതിന് പെരിന്തൽമണ്ണയിൽ നിന്നും വിവിധ റൂട്ടുകളിൽ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയിരുന്നു. ക്യൂൻസ്, ഐനോസ്, തവക്കൽ, CTC, ജസ, അറഫ, ബുറാഖ് എന്നീ ബസ്സുകൾ ഒരു ദിവസം സർവീസ് നടത്തി ലഭിച്ച തുക മുസ്തഫയുടെ ചികിത്സയ്ക്കായി നൽകിയിരുന്നു. പാലോളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് സ്വാന്തനം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മുസ്തഫ ചികിത്സാ സഹായ സമിതിക്കാണ് ബസ് ഉടമകളും തൊഴിലാളികളും ചികിത്സാ സഹായധനം കൈമാറിയിരുന്നത്. ചികിത്സാ ഫണ്ടിലേക്ക് ധനം സമാഹരിച്ചു നൽകിയ ബസ് ഉടമകളെയും തൊഴിലാളി സംഘടനകളെയും ആലിക്കൽ മുസ്തഫ സഹായ സമിതി അനുമോദിച്ചു. നമ്മുടെ പെരിന്തൽമണ്ണയിലെ യൂണിയനും ബസ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗമായി വളരെ സ്നേഹ പുരസ്കാരം നല്ല മനസ്സോടുകൂടി തന്നെ അവരത് ഏറ്റെടുക്കുകയും ആ കർമ്മം വളരെ മനോഹരമായി ഈ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന, അതല്ലെങ്കിൽ അന്ന് കിട്ടിയ പണം കൊണ്ട് അന്നന്നത്തെ ചെലവ്, വീടുകളിലെ ചെലവും കുട്ടികളുടെ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഈ സാഹചര്യത്തിലും അവരതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ വേതനം പോലും ഈ നിധിയിലേക്ക് നൽകിക്കൊണ്ട് വളരെ മനോഹരമായി അത് പൂർത്തീകരിച്ച് നമ്മുടെ ഈ സംരംഭത്തിലേക്ക് വലിയൊരു തുക സംഭാവന നൽകിയ ബസ് തൊഴിലാളികളെയും അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട നേതാക്കളെയും അതിൻ്റെ തൊഴിലാളി യൂണിയൻ ആളുകളെയൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കാൻ. എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇതുപോലെ ഒരു ഉപഹാരം കൊടുത്താലൊന്നും മതിയാകുന്നതല്ല ഞങ്ങളുടെ സന്തോഷം. അതങ്ങനെ സന്തോഷം ആ രീതിയിൽ രേഖപ്പെടുത്തൽ മതിയാകുകയില്ല. എന്തായാലും അവർ ഈ സമൂഹത്തോടുള്ള വലിയ ഒരു കർമ്മം, അവരുടെ ഒരു ഉത്തരവാദിത്തം നിറവേറ്റിയിരിക്കുകയാണ്. സാന്ത്വനം ചികിത്സാ സഹായ സമിതി ചെയർമാൻ CK അബ്ദുൾ റഫീഖ്, കൺവീനർ KP അബ്ദുൾ സലാം, അംഗങ്ങളായ TK കുമാരൻ, നവാസ് ചിരക്കാട്ടിൽ, CITU ബസ് തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് മാടാല മുഹമ്മദ് അലി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി KT ഹംസ, വൈസ് പ്രസിഡന്റ് അലി പയ്യനാട്, ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ ബാബു എളയടത്ത്, കോയപ്പ കല്ലുപാലൻ, PK പോക്കർ, ഷാജിദ് മാടശ്ശേരി, ഷംസു മാടശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ റഫറിയെ മർദ്ദിച്ച കളിക്കാരനെ ജനുവരി 27 വരെ മത്സരങ്ങളിൽ നിന്നും വിലക്കി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നടപടികൾ ശക്തമാക്കുമെന്ന് കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KM ലെനിൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഖാദർ അലി ഫുട്ബോൾ ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിനിടെയാണ് റഫറിയെ കളിക്കാർ മർദ്ദിച്ചത്. ഫൗൾ ചെയ്ത കളിക്കാരന് ചുവപ്പ് കാർഡ് കാണിച്ചതോടെയാണ് കളിക്കാർ റഫറിയെ മർദ്ദിച്ചത്. ടൂർണമെന്റിലെ നിബന്ധനകൾ കടുപ്പിക്കുന്ന തീരുമാനം കഴിഞ്ഞ സമ്മേളനത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ കൈക്കൊണ്ടിരുന്നു. പെരിന്തൽമണ്ണയിൽ മത്സരത്തിനിടെ റഫറിയെ കളിക്കാരൻ മർദ്ദിച്ച സംഭവത്തിൽ കളിക്കാരനെതിരെ വിലക്ക് തുടരും. റഫറിയെ ആക്രമിച്ച കളിക്കാരന് അന്വേഷണ വിധേയമായി വിലക്കേർപ്പെടുത്തുകയായിരുന്നു. പരിക്കേറ്റ റഫറിയെ ആശുപത്രിയിലേക്ക് മാറ്റി. പകരം മറ്റൊരു റഫറി നിയന്ത്രിച്ചാണ് മത്സരം പൂർത്തിയാക്കിയത്. ഈ മാസം 27 വരെയുള്ള മത്സരങ്ങളിൽ നിന്നാണ് കളിക്കാരനെ വിലക്കിയിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമങ്ങളും നിബന്ധനകളും ശക്തമാക്കുമെന്ന് കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KM ലെനിൻ പറഞ്ഞു. 27-ന് കോഴിക്കോട് ചേരുന്ന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഒരു ഇടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ IT അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനം ജനുവരി 25 നടക്കും. മന്ത്രി MP രാജേഷ് സേവനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗൂഗിൾ പേ, പേടിഎം എന്നിവ അടങ്ങുന്ന UPI സംവിധാനങ്ങൾ, IMPS, RTGS, NEFT തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ബാങ്കിംഗ്, വൈഫൈ സൗകര്യത്തോടുകൂടിയ ഡ്യുവൽ ഇന്റർഫേസ് ATM കാർഡുകൾ എന്നിവയാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഇടപാടുകാർക്കായി ഒരുക്കിയിരിക്കുന്നത്. 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കൃത്യമായി വായ്പ ഗഡു അടച്ചവർക്ക് അടച്ച പലിശയുടെ 10% തിരിച്ചു നൽകുകയും ചെയ്യും. സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സൂര്യശക്തി വായ്പ പദ്ധതി, പെൺമക്കളുടെ കല്യാണ ആവശ്യത്തിന് മംഗല്യനിധി, ഷോപ്പിംഗ് മാൾ ഡിസ്കൗണ്ട് കാർഡ്, ഇടപാടുകാർക്ക് ആശുപത്രിയിൽ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം എന്നിവ ബാങ്ക് ആരംഭിക്കാൻ പോകുന്ന സമീപകാല പദ്ധതികളാണ്. വിദ്യാർത്ഥികളുടെ പഠന ചെലവിൽ ഇടപെട്ടുകൊണ്ടുള്ള പ്രത്യേക പദ്ധതി മെയ് മാസത്തിൽ ബാങ്ക് ആരംഭിക്കുന്നുണ്ട്. ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 25 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്, RBI എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതീഷ് മാറാത്തെ, സഹകരണ സംഘം രജിസ്ട്രാർ D. സജിത് ബാബു IAS, RBI റീജിയണൽ ഡയറക്ടർ തോമസ് മാത്യു തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 5 മണിക്ക് മന്ത്രി MP രാജേഷ് ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണഗതി കൃത്യമായി അടയ്ക്കുന്ന ആളുകൾക്ക് വേറൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അവർ കൃത്യമായി അടയ്ക്കുന്നു, ലോണിന്റെ കാലാവധി എത്തുന്നതിന് മുമ്പ് അടച്ച് ക്ലോസ് ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ കുടിശ്ശിക വരുന്ന ആളുകൾക്ക് ഒരുപാട് പണം വിട്ടുകൊടുത്ത സ്ഥിതി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ആശ്വാസം നൽകുന്നില്ല? ഒരു സാധാരണ അടച്ച് പൂർത്തിയാക്കുന്ന ആളുകളുടെ ചോദ്യമാണ്. ഇവിടെ അർബൻ ബാങ്ക് പ്രാവശ്യം നടപ്പാക്കുന്ന ഒരു പരിപാടിയിൽ കൃത്യമായി ലോൺ അടച്ച് പൂർത്തിയാക്കുന്ന ഒരു ലോണിക്ക് അവർ അടയ്ക്കുന്ന പലിശയുടെ 25% തിരിച്ചു കൊടുക്കുന്ന ഒരു ഇൻസെന്റീവ് പരിപാടി ഈ പ്രാവശ്യം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതോടൊപ്പം നേരത്തെ പറഞ്ഞ ജനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഇപ്പോ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് ഏതാണ്ട് അർബൻ ബാങ്കുകൾക്ക് ഒരു 50,000-ലധികം വരുന്ന ഇടപാടുകാർ ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്കിനുണ്ട്. ഈ ഇടപാടുകാർക്ക് ഒരു ക്യാഷ്ലെസ് ചികിത്സാ സംവിധാനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി, ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 6:30 സംഗീത സന്ധ്യയും ഉണ്ടായിരിക്കും. പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ, വൈസ് ചെയർമാൻ KN ശിവദാസൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M. രാമനുണ്ണി തുടങ്ങിയവരും പങ്കെടുത്തു. ഹോട്ടൽ അസോസിയേഷൻ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് ജനുവരി 25 പട്ടാമ്പിയിൽ വെച്ച് നടക്കും. ഹെൽത്ത് കാർഡും ജലപരിശോധനയും വേണ്ടവർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റും കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബും സംയുക്തമായാണ് ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് എടുത്തു കൊടുക്കുന്നത്. ജനുവരി 25 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പട്ടാമ്പി കോടതിക്ക് സമീപമുള്ള GMLP സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ വെള്ളം പരിശോധിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഹെൽത്ത് ക്യാമ്പ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയും ജലപരിശോധന വൈസ് ചെയർമാൻ TP ഷാജിയും നിർവഹിക്കും. കൂടാതെ ആരോഗ്യ വിഭാഗം, ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാവും. ഹെൽത്ത് കാർഡും ജലപരിശോധനയും വേണ്ടവർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് M. സൈനുദ്ദീൻ, സെക്രട്ടറി P. മോഹൻദാസ്, ട്രഷറർ വെങ്കിടാചലം, P. സുബൈർ, PP മുഹമ്മദ് റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KHRA എന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്താണ് എന്നൊക്കെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. 1964 രൂപീകരണം വഹിച്ച ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. 60 വർഷം പിന്നിടുമ്പോൾ ഈ ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് 60ാമത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതില് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു സമ്മാന പദ്ധതി വെച്ചിട്ടുണ്ട്. അതെല്ലാ അംഗങ്ങൾക്കും വിതരണം ചെയ്യുന്നുണ്ട്. അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോട്ടലിലെ അസോസിയേഷനിലെ മെമ്പർമാർക്കും അതേപോലെ തന്നെ അതിന്റെ കുടുംബാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും എല്ലാവർക്കും വേണ്ടി
KHRS സുരക്ഷാ പദ്ധതി എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് 3000 രൂപ അടച്ച് അതിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഈ ഇതില് അംഗത്തെടുത്തുള്ള, അതായത് സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ആ ആൾക്ക് എല്ലാവരും 100 രൂപ വെച്ചിട്ട് നമ്മളവിടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ 100 രൂപ വെച്ചിട്ട് കൊടുക്കും. അങ്ങനെ 10 ലക്ഷം രൂപ ഈ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടില് ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി. അങ്ങനെ ഒരു പദ്ധതി കൂടെ നമ്മൾ ഈ ഹോട്ടൽ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. ഈ ശനിയാഴ്ച, അതായത് 25/1/2025 കോടതിക്ക് സമീപമുള്ള GMLP സ്കൂളിൽ വെച്ചിട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹെൽത്ത് കാർഡ് ക്യാമ്പും അതുപോലെ ജലപരിശോധന ക്യാമ്പും. അത് ജലപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി അവர்களാണ്. ഹെൽത്ത് കാർഡ് ഉദ്ഘാടനം ചെയ്യുന്നത്, ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അവர்களാണ്. അന്നേ ദിവസം തന്നെ ആരോഗ്യ വിഭാഗത്തിലെ ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് അവരെ ഈ അംഗങ്ങൾക്കും അതുപോലെ അവിടെ പങ്കെടുക്കുന്നവർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അൽബിർ പാലക്കാട് ജില്ലാ കിഡ്സ് ഫെസ്റ്റ് ജനുവരി 22 ബുധനാഴ്ച ചുണ്ടമ്പറ്റ അൽബിർ ഇസ്ലാമിക് സ്കൂളിൽ വെച്ച് നടക്കും. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 2016 മുതൽ പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സംരംഭമാണ് അൽബീർ സ്കൂൾ. അൽബീറിന്റെ പാലക്കാട് ജില്ലാ കിഡ്സ് ഫെസ്റ്റാണ് ജനുവരി 22 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെ 6 സ്റ്റേജുകളിലായി ചുണ്ടമ്പറ്റ അൽബീർ ഇസ്ലാമിക് സ്കൂളിൽ നടക്കുന്നത്. രാവിലെ 9 പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. SYS പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ഹസൻ സഖാഫ് തങ്ങൾക്കൊപ്പം പതാക ഉയർത്തും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെന്റർ ഡയറക്ടർ ഡോക്ടർ KP ഫൈസൽ മുഖ്യാതിഥിയാകും. സമസ്ത പാലക്കാട് മുഷവറ അംഗം ഉസ്താദ് സൈതലവി ദാരിമി വാണിയംകുളം, അൽബീർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ KP മുഹമ്മദ് എന്നിവർ പ്രഭാഷണം നടത്തും. സമസ്ത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ഉസ്താദ് ഹംസ ഫൈസി, സെക്രട്ടറി നാസർ സാഹിബ്, കുഞ്ഞു മുഹമ്മദ് ഹാജി, കോർഡിനേറ്റർ അബ്ദുൽ ലത്തീഫ് വാഫി, മുഹമ്മദ് റാഷിദ് വാഫി, മുനവർ ഹുദവി തത്തനപ്പുള്ളി എന്നിവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്ന അൽബീർ സ്കൂൾസിൻ്റെ പാലക്കാട് ജില്ലാ കലാമേള ജനുവരി 22 ബുധനാഴ്ച ചുണ്ടമ്പറ്റ അൽബീറിൽ വെച്ച് നടക്കുകയാണ്. 6 സ്റ്റേജുകളിലായി 500ഓളം വിദ്യാർത്ഥികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. വിപുലമായി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ ഈ പരിസര പ്രദേശത്തെ ഏറ്റവും വലിയ വാഴ്സിറ്റിയായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ KP ഫൈസൽ അവറുകളാണ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമിൽ SYSൻ്റെ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ഹസൻ സഖാഫ് തങ്ങൾ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്ന പരിപാടിയിൽ സമസ്ത പാലക്കാട് മുഷാവറ അംഗം ഉസ്താദ് സൈതലവി ദാരിമി വാണിയംകുളം, അൽബർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ KP മുഹമ്മദ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. സമസ്ത നേതാക്കൾ, അതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കേരളം, കർണാടക, സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിലെ 402 സ്കൂളുകളിലായി 17,000 വിദ്യാർത്ഥികളും 1400 അധ്യാപികമാരും അൽബീറിന്റെ ഭാഗമായുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിയായ ഒയാസിസിന് അനുമതി നൽകിയതിൽ പ്രതിഷേധം. കമ്പനിക്ക് വെള്ളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ ജല അതോറിറ്റി ഓഫീസിലേക്ക് BJP മാർച്ച്. ജലക്ഷാമം രൂക്ഷമായ മലമ്പുഴ മേഖലയിൽ കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് C കൃഷ്ണകുമാർ. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലും അമ്പലപ്പാറ, കടമ്പൂർ പ്രദേശത്തും പുലിപ്പേടി. സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ പന്നിക്കുട്ടികളെ ആക്രമിച്ച നിലയിൽ.
ഫാമിലെ വാത്ത ഇനത്തിൽപ്പെട്ട പക്ഷികളെയും കൊന്നിട്ടു. പുലിയുടെ ആക്രമണമെന്ന് നാട്ടുകാർ. സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. ആശങ്ക വേണ്ടെന്ന് പഞ്ചായത്ത്. കടമ്പൂർ കൂനൻമലയിൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ശീതസമരം. തനിക്ക് സഞ്ചരിക്കാൻ ബ്ലോക്കിന്റെ സ്വന്തം വാഹനം സെക്രട്ടറി അനുവദിക്കുന്നില്ലെന്ന പ്രസിഡന്റ് വി പ്രീത. ആരോപണത്തിൽ മാധ്യമങ്ങളോടൊന്നും പറയാനില്ലെന്ന സെക്രട്ടറി. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് നവീകരണം വൈകുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി വ്യാപാരികളും കെട്ടിട ഉടമകളും. പൊടിശല്യം കാരണം കട തുറക്കാൻ കഴിയാത്ത സ്ഥിതി. അനാസ്ഥയ്ക്കെതിരെ സംയുക്ത പ്രക്ഷോഭം നടത്തുമെന്ന് അസോസിയേഷൻ നേതാക്കൾ. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയുടെ ആദ്യ റീച്ച് നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് KRFB. ആദ്യ റീച്ച് കാഞ്ഞിരംപാറ മുതൽ ദേശീയപാതയിലെ കുമരമ്പത്തൂർ ചുങ്കം വരെ. കരാർ കാലാവധി 2 വർഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.